ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 6-ാം അധ്യായം. പ്രഹ്ലാദ ഉവാച. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്തതം. പ്രഹ്ലാദൻ പറഞ്ഞു, ആചാര്യൻ ഗൃഹകർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ സഹപാഠികളായ ബാലന്മാരോട് പ്രഹ്ലാദൻ ചെയ്യുന്ന തത്വോപദേശമാണ്. പ്രയോജനമില്ലാത്ത വാഗ്വ്യവഹാരങ്ങൾ കൊണ്ടും വിഷയസമ്പാദന വ്യാപാരങ്ങൾ കൊണ്ടും ആയുഷ്കാലം നിഷ്പ്രയോജനമായി പോകുന്നത് അറിയാതിരിക്കുന്ന സാധാരണന്മാരെ ധരിപ്പിക്കുവാൻ വേണ്ടി സംസാര സമുദ്രത്തെ സന്തരണം ചെയ്ത് സുഹൃതിയായ പ്രഹ്ലാദൻ അവരിൽ കരുണയോടുകൂടി അസുരപാലകന്മാരെ ലക്ഷീകരിച്ച് ഉപദേശിക്കുകയാണ്. അറിവുള്ളവൻ ബാല്യത്തിൽ തന്നെ ഭഗവത് പ്രീതികരങ്ങളായ ധർമ്മങ്ങൾ തന്നെ അനുഷ്ഠിക്കണം. മനുഷ്യജന്മം സുലഭമല്ല, അത് നശ്വരവുമാണ്. പരമപുരുഷാർത്ഥം സാധിക്കാൻ ആ ജന്മം സിദ്ധിച്ചവർക്കല്ലാതെ മറ്റാർക്കും കഴിയുന്നതുമല്ല. യഥാ ഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃത്. മനുഷ്യജന്മം സിദ്ധിച്ചാൽ പുരുഷൻ സർവ്വവ്യാപിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പാദപത്മത്തെ ശരണം പ്രാപിക്കണം. അതുമാത്രമാണ് മനുഷ്യോചിതമായ യോഗവ്യാപാരം. എന്തുകൊണ്ടെന്നാൽ മഹാവിഷ്ണു സർവ്വപ്രാണികളുടെയും നിയന്താവും പ്രിയനും ഹിതകാരിയും ആത്മാവുമാകുന്നു. ഈശ്വര കാരുണ്യം സമ്പാദിക്കുന്നത് തന്നെ പരമപുരുഷാർത്ഥ പ്രാപ്ത്യുപായം. ഭജനമാർഗത്തിൽ വൈഗുണ്യം നേരിടുമോ എന്ന ശങ്കയ്ക്ക് അവകാശമില്ല. പ്രിയനായതുകൊണ്ട് ഭയത്തിന് കാരണമില്ല. ഹിതകർത്താവായതുകൊണ്ട് ദുഃഖഹാനി വരുത്തുകയേയുള്ളൂ, ഭയം ജനിപ്പിക്കുകയില്ല. ആത്മാവായതുകൊണ്ട് ഭയത്തിന് കാരണമില്ല. തന്നിൽ നിന്ന് തന്നെ തനിക്ക് ഭയം നേരിടുക എന്നതുണ്ടാവാൻ പാടില്ലാത്തതാണല്ലോ. അതുകൊണ്ട് സർവഭയങ്ങളെയും തീർത്ത് പരമപുരുഷാർത്ഥത്തെ നൽകാൻ സമർത്ഥനും അധികാരിയുമായ വിഷ്ണുവിനെ സർവാത്മന ശരണം പ്രാപിക്കുന്നത് തന്നെ സമുചിതം. സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖമയത്നതഃ. വിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നതാണ് സമുചിതമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വിഷയസുഖം സമ്പാദിപ്പാനുള്ള പ്രയത്നം അനുചിതമെന്ന് സിദ്ധിച്ചുവല്ലോ. അതിനെ യുക്തിപൂർവം ഉറപ്പിക്കുകയാണ്. പശുവാദികളായ സർവ്വയോനികളിൽ ജനിച്ചവർക്കും നേത്രശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിപ്പാനുള്ള വിഷയങ്ങളും തജ്ജന്യമായ സുഖവും പ്രയത്നം കൂടാതെ തന്നെ ലഭിക്കുന്നുണ്ട്. ദേഹമുള്ളവർക്കെല്ലാം അത് സിദ്ധിക്കും. സുഖദുഃഖങ്ങളെ നൽകുവാൻ ഒരുങ്ങിയിരിക്കുന്ന പൂർവജന്മ കർമ്മങ്ങളുടെ ശക്തി നിമിത്തമാണ് ശരീരം ഉണ്ടായിരിക്കുന്നത്. പുണ്യത്തിൻ്റെ ഫലമായിട്ട് സുഖവും പാപത്തിൻ്റെ ഫലമായി ദുഃഖവും സകല ദേഹികൾക്കും ലഭിക്കും. ദുഃഖമുണ്ടാവാൻ ആരും പ്രയത്നിക്കുന്നില്ലെങ്കിലും ദുഃഖം വന്നു ചേരുന്നില്ലേ? അതുപോലെ പ്രയത്നം കൂടാതെ തന്നെ പ്രാരബ്ധ പുണ്യകർമ്മഫലമായിട്ട് സുഖവും വന്നു ചേരും. അതിനായി ഇപ്പോൾ ചെയ്യുന്ന മട്ടിൽ പരിശ്രമം ആവശ്യമില്ല. അല്ലയോ ദൈത്യന്മാരെ, നിങ്ങൾക്ക് ഈ വിചാരമുറയ്ക്കുവാനും ഈശ്വര കാരുണ്യം തന്നെ ഉണ്ടാകണം. സത്വഗുണപ്രധാനികളായ ദേവന്മാർക്ക് കൂടി ഈ ഭാവമുറയ്ക്കാൻ പ്രയാസമാകയാൽ രജോ ഗുണപ്രധാനികളായ അസുരന്മാർക്ക് ഈ സത്യബോധം ഉറയ്ക്കുന്നത് വളരെ പ്രയാസം തന്നെ. അതുകൊണ്ട് സിദ്ധിക്കുന്ന സംഗതി എന്തെന്നാൽ ഇന്ദ്രിയ തൃപ്തി വരുത്തുവാനല്ല പ്രയത്നിക്കേണ്ടത്, പ്രയത്നം കൂടാതെ തന്നെ പശുവാദികൾക്കും അത് സിദ്ധിക്കും. വിശേഷബുദ്ധിയുള്ള മനുഷ്യജന്മം കിട്ടിയാൽ ദേഹയോഗം കൂടാതെ ഇരിക്കുവാൻ ഉപകരിക്കുന്ന മാർഗം ആലോചിച്ചറിഞ്ഞ് അതിൽ പ്രയത്നം ചെയ്യണം. ഈശ്വരപ്രസാദം സമ്പാദിച്ചാൽ മാത്രമേ ജന്മജരാമരണാദി ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാവാൻ കഴിയുകയുള്ളൂ. അതിനാൽ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നത് തന്നെ യോഗ്യം. വിഷയസുഖ സമ്പാദന പരിശ്രമം യോഗ്യമല്ല. തത്പ്രയാസോ ന കർത്തവ്യോ യത ആയുർവ്യയപരം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദ ചരണാംബുജം. അതുകൊണ്ട് വിഷയസുഖ സാധനങ്ങളെ സമ്പാദിക്കാൻ ഉപകരിക്കുന്ന പരിശ്രമം ചെയ്യത്തക്കതല്ല. ആ പ്രയത്നത്താൽ ആയുഷ്കാലം വ്യർത്ഥമായി നശിക്കുക മാത്രമാണ് ഫലം. വിഷയസമ്പാദത്തിനായിട്ടിപ്പോൾ പരിശ്രമിച്ചാൽ ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇനിയൊരു ജന്മത്തിലെങ്കിലും സമ്പൂർണമായ ലൗകിക സുഖം ലഭിക്കുകയില്ലയോ എന്ന് സംശയിക്കേണ്ട. ദേഹയോഗത്തിന് കാരണമായ കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണ സുഖം ലഭിക്കുകയില്ല.
സംസാര ക്ലേശങ്ങളെ മുഴുവനും നശിപ്പിച്ച് ഭക്തന്മാർക്ക് നിത്യാനന്ദത്തെ നൽകുന്ന മുകുന്ദ പാദസേവ കൊണ്ട് ലഭിക്കുന്ന ക്ഷേമം മറ്റു യാതൊന്നിൽ നിന്നും കിട്ടുകയില്ല. തതോ യഥൈതകുശലഃ ക്ഷേമായ ഭയമാശ്രിതഃ ശരീരം പൗരുഷം യാവൻ വിബധ്യേത പുഷ്കലം. അതുകൊണ്ട് ക്ലേശാസ്പദമായിരിക്കുന്ന സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവൻ വിവേകമുള്ളവനാണെന്നു വരികിൽ ഈ മനുഷ്യ ശരീരത്തിലെ അവയവാദികൾക്കുള്ള സാമർഥ്യം കുറയുന്നതിനു മുമ്പ് തന്നെ, കൗമാരം മുതൽക്ക് തന്നെ ഭയനിവൃത്തിക്ക് ഉപകരിക്കുന്ന ഭജനമാർഗത്തെ ആശ്രയിക്കണം. ആത്യന്തിക ദുഃഖനിവൃത്തിക്കും പരമാനന്ദപ്രാപ്തിക്കുമായിട്ട് പരിശ്രമിക്കണം. പുംസോ വർഷശതം ഹ്യായുസ്തദർദ്ധം ചാജിതാത്മനഃ നിഷ്ബലം യദസൗ രാത്ര്യാം ശേതേന്ദം പ്രാപിതസ്തമഃ. മനുഷ്യനായി ജനിച്ചിരിക്കുന്ന ഒരുവന് നിശ്ചിതമായ ആയുഷ്കാലം 100 വർഷമാകുന്നു. ചെറുപ്പകാലം മുതൽക്ക് തന്നെയുള്ള അഭ്യാസഫലത്താൽ ശരീരേന്ദ്രിയ മനസ്സുകളെ സ്വാധീനപ്പെടുത്താതെ പ്രകൃതിഗതിയെ തന്നെ അനുസരിച്ച് വിഷയാസക്തിയോടുകൂടി കാലം കഴിക്കുന്നവനാണെങ്കിലോ അവൻ്റെ പരമായുസ്സിൽ പകുതി വർഷം വ്യർത്ഥമായിട്ട് പോകുന്നു. എന്തുകൊണ്ടെന്നാൽ രാത്രിയിൽ ഒന്നും അറിയാതെ നിദ്രാരൂപമായ അന്ധകാരത്തിൽ അവൻ ശയിക്കുന്നു. അഭ്യാസബലത്താൽ ദേഹേന്ദ്രിയാദികളെ സ്വാധീനപ്പെടുത്തിയിരുന്നാൽ രാത്രിയിൽ 2ഉം 3ഉം യാമകാലങ്ങൾ മാത്രം ഉറക്കത്തിന് ഉപയോഗപ്പെടുത്തുകയും 3ഉം 4ഉം യാമങ്ങൾ ഈശ്വര സങ്കീർത്തന സ്മരണാദികൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് രാത്രിയിൽ പകുതി സബലമായി കിട്ടുന്നു. പകുതി മാത്രമേ നിദ്രയിൽ കഴിയുന്നുള്ളൂ. അതിനാൽ ശുദ്ധ പ്രാകൃത പുരുഷൻ പരമായുസ് അനുഭവിക്കുന്ന പക്ഷത്തിലും 50 വർഷം വ്യർത്ഥമായിട്ട് തന്നെ കഴിയും. മുഗ്ധസ്യ ബാല്യേ കൗമാരേ ക്രീഡതോ യാതി വിംശതിഃ ജരയാഗ്രസ്തദേഹസ്യ യാത്യകൽപ്പസ്യ വിംശതിഃ. രാത്രിയിൽ 50 വയസ്സുകാലം വ്യർത്ഥമായിട്ട് കഴിയുന്നതുപോലെ ബാല്യത്തിൽ 10 വയസ്സുവരെയുള്ള കാലം അറിവില്ലായ്മ നിമിത്തവും കൗമാരത്തിൽ 10 മുതൽ 20 വയസ്സുവരെയുള്ള കാലം ക്രീഡാസക്തി നിമിത്തവും നിഷ്ഫലമായിട്ട് പോകുന്നു. വാർദ്ധക്യത്തിൽ 80 വയസ്സിനു ശേഷം ജരാബാധ നിമിത്തം ശരീരം ലൗകിക വ്യാപാരങ്ങൾക്ക് കൂടി അസമർത്ഥമായിരിക്കയാൽ ശേഷമുള്ള 20 വയസ്സുകാലവും വ്യർത്ഥമായിട്ട് പോകുന്നു. ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്നീ 3 അവസ്ഥകളായിട്ട് 40 വയസ്സും നിദ്രയിലായിട്ട് ശേഷിച്ച 60 വർഷത്തിൻ്റെ പകുതി 30 വയസ്സും കൂടി 70 വർഷം ജീവിതം വ്യർത്ഥമായി കഴിയും. കൗമാരം മുതൽക്കു തന്നെ ഭക്തിമാർഗത്തിൽ പരിശ്രമിച്ചിരുന്നാൽ 80 വയസ്സിനു ശേഷം ശരീരശക്തി കുറഞ്ഞാലും അഭ്യാസഗുണത്താൽ നാമസങ്കീർത്തനാദികളാലും ധ്യാനസമാധികളാലും കാലം സഫലമായിട്ടു കഴിക്കുവാൻ സാധിക്കും എന്ന് കാണിപ്പാനാണ് അജിതാത്മന എന്ന വിശേഷണം ഉപയോഗിച്ചത്. ഈ അനുഭവം മനുഷ്യന്മാർക്കെല്ലാവർക്കും ഉള്ളത് തന്നെ. ഇതിൽ അതിശയോക്തി ലേശവുമില്ലെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ദുരാപൂരേണ കാമേന മോഹേന ജബലീയസ ശേഷം ഗൃഹേഷു സക്തസ്യ പ്രമത്യസ്യ പയാദിഃ. ബാക്കിയുള്ള ആയുഷ്കാലം 30 വർഷം മാത്രമാണ്. ഈ യൗവനകാലത്തിൽ ശരീരത്തിൽ ഞാനെന്നും ഭാര്യാപുത്രാദി ശരീരങ്ങളിൽ എൻ്റേതെന്നും തോന്നുന്നതായ ശക്തിയേറിയ മോഹത്താൽ ഉണ്ടാകുന്ന കാമങ്ങളെ എത്രയോ കഷ്ടപ്പെട്ട് സാധിക്കേണ്ടതായിരിക്കുന്നു. കാമാഗ്നിയിൽ ദഹിക്കാത്തതായ പദാർത്ഥങ്ങൾ യാതൊന്നുമില്ലാത്തതിനാൽ ആശകളെ പൂർത്തിവരുത്തുന്നതായ വ്യാപാരം ഒരു കാലത്തും തീരുകയില്ല. ഭഗവത് പ്രസാദം ഒന്നുകൊണ്ട് മാത്രമല്ലാതെ തുച്ഛവിഷയങ്ങൾ സുഖസ്ഥാനങ്ങളാണെന്നും ശരീരം ആത്മാവാണെന്നുമുള്ള വിപരീത ഭാവനാരൂപമായ മോഹം നശിക്കുകയില്ല. മോഹനാശത്തിൽ മാത്രമല്ലാതെ കാമവും നശിക്കുകയില്ല. അതിനാൽ ഈ ചുരുങ്ങിയ കാലം കാമസംതൃപ്തി വരുത്തുവാനുള്ള നിഷ്ഫല പ്രയത്നത്താൽ തന്നെ നിഷ്പ്രയോജനമായിട്ട് കഴിയും. കാമസംതൃപ്തി വന്നാൽ മാത്രമല്ലേ അതിനായി ചെയ്ത പ്രയത്നം സഫലമായി എന്ന് പറയുവാൻ തരമുള്ളൂ. ആഗ്രഹിക്കുന്ന പദാർത്ഥലാഭം എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ഇതര പദാർത്ഥത്തെ ആഗ്രഹിക്കാതിരിക്കില്ല. രജോ ഗുണ വികാരമായ കാമവും ക്രോധവുമാണ് മനുഷ്യജന്മത്തിൽ മഹാശത്രുക്കൾ. കാമത്തിന് എന്തു തന്നെ കൊടുത്താലും തൃപ്തി വരികയില്ല. ക്രോധം നിമിത്തം ചെയ്യുന്ന പാപത്തിന് അവധിയുമില്ല. ഈ 2 ശത്രുക്കളെ ജയിക്കുന്നവൻ മാത്രമേ സംസാര യുദ്ധക്കളത്തിൽ വിജയം നേടുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത്. കോ ഗൃഹേഷു പുമാൻ സക്തമാത്മാനമജിതേന്ദ്രിയഃ സ്നേഹപാശേ ദൃഢേർബന്ധമുത്സഹേത വിമോചിതും. യൗവനാവസ്ഥയിൽ ഗൃഹാസക്തനായിരുന്നാലും വാർദ്ധക്യത്തിൽ വിരക്തനായിട്ട് ക്ഷേമത്തെ പ്രാപിച്ചുകൂടെയോ എന്ന് ശങ്കിക്കേണ്ട. അത് സംഭവിക്കത്തക്കതല്ല എന്ന് കാണിച്ചും കൊണ്ട്
കൗമാരത്തിൽ തന്നെ ഭഗവത് ഭജനം ആരംഭിച്ചു കൊള്ളണമെന്ന് ഉപപാദിച്ചുറപ്പിക്കുന്നു. ശരീരം, ഗൃഹം, ധനം, ഭാര്യ, പുത്രന്മാർ ഇവയിൽ ആസക്തനായ ഏതൊരുവനെയെങ്കിലും ബലമേറിയ സ്നേഹപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന തന്നെ അതിൽ നിന്ന് വിടുത്തുവാൻ ഉത്സാഹിക്കുക തന്നെയില്ലെന്ന് വന്നാൽ പിന്നെ വിമോചനത്തിനുപകരിക്കുന്ന പരിശ്രമം ഉണ്ടാകുകയില്ലെന്ന് പറയണമോ? അങ്ങനെയായാൽ മോക്ഷാർഹന്മാർ ആരും ഉണ്ടാകുകയില്ലല്ലോ എന്ന് ശങ്കിക്കുന്നുവെങ്കിൽ ആ ശങ്ക അസ്ഥാനത്തിലല്ല. ചെറുപ്പത്തിൽ തന്നെ മഹൽസേവ സമ്പാദിച്ച് ഇന്ദ്രിയങ്ങളെ കീഴടക്കുവാൻ ഉപകരിക്കുന്ന അഭ്യാസമുള്ളവർക്ക് മാത്രമല്ലാതെ സ്വക്ഷേമത്തിനുപകരിക്കുന്ന ഭക്തിമാർഗത്തിൽ പ്രവേശമുണ്ടാകുകയില്ല. കോന്യത്ര തൃഷ്ണാം വിസൃജേത് പ്രാണേഭ്യോപി ഈപ്സിതഃ യം ക്രീണാത്യസുബി പ്രേഷ്ടൈസ്തസ്കര സേവകോ വണിക്. ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത ഏതെങ്കിലും ഒരുവൻ ധനാദി വിഷയങ്ങളിലുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുമോ? ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതിപ്രീതി വിഷയങ്ങളായ പ്രാണങ്ങളെക്കാൾ അവിവേകികൾ ധനാദികളെ ഏറ്റവും സ്നേഹിക്കുന്നു. രാജഭടന്മാർ അർത്ഥാശനിമിത്തം ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നു. അതുനിമിത്തം അവർക്ക് പ്രാണഹാനി നേരിടുന്നു. ചോരന്മാർ പ്രാണഹാനിയെ ഗണിക്കാതെ പരധനങ്ങളെ അപഹരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ പലവിധ ദേഹോപദ്രവങ്ങളോ ദേഹനാശം തന്നെയോ അനുഭവിക്കേണ്ടതായി വരുന്നു. കച്ചവടം ചെയ്യുന്നവർ ധനാർത്ഥികളായിട്ട് സമുദ്രത്തിൽ കൂടി കപ്പൽ യാത്ര ചെയ്യുന്നു. പലപ്പോഴും കപ്പൽ സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയും കപ്പലിലുള്ളവർ അതുനിമിത്തം നശിക്കുകയും ചെയ്യുന്നു. ഈ വക സംഗതികളിൽ നിന്ന് പ്രാണനെ കൊടുത്തിട്ടും അർത്ഥത്തെ വാങ്ങുവാൻ അത്തരക്കാർ ആഗ്രഹിക്കുന്നത് സ്പഷ്ടമാകുന്നില്ലേ? കഥം പ്രിയായ അനുകമ്പിതായാഹ സംഗം രഹസ്യം രുചിരാംശ്ച മന്ത്രാൻ സുഹൃത്സു ച സ്നേഹസിതശിശൂനാം കളാക്ഷരാണാം അനുരക്തചിത്തഃ പുത്രാൻ സ്മരംസ്താ ദുഹിതുർഹൃദയ ഭ്രാതॄൻ സ്വസുർവാ പിതരൗ ച ദീനൗ ഗൃഹാമനോജ്ഞോരുപരിശ്ചതാംശ്ച വൃത്തിശ്ച കുല്യ പശുഭൃത്യവർഗാൻ ത്യജേതകോശസ്കൃതിവേഹമാനഃ കർമാണി ലോഭാത വിധൃപ്തകാമഃ ഔപസ്ഥ്യജഹ്യം ബഹുമാന്യമാനഃ കഥം വിരജ്യേത ദുരന്തമോഹഃ. അർത്ഥാശ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് കാണിച്ചതുപോലെ തന്നെ കാമത്തെയും ജയിക്കുവാൻ പ്രയാസമാണെന്ന് കാണിക്കുന്നു. അനുകൂലയും തന്നിൽ അതിസ്നേഹവതിയുമായ ഭാര്യയോടുകൂടി ഏകാന്ത സ്ഥലത്തിൽ വെച്ചുള്ള സംഗമം, അപ്പോൾ നടക്കുന്ന മനോഹരങ്ങളായ സല്ലാപങ്ങൾ, അവ്യക്ത മധുരാക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന ശിശുക്കളുടെ സമ്പർക്കസുഖം, പുത്രന്മാർ, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന പുത്രിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, വാർദ്ധക്യപീഡിതരായ മാതാപിതാക്കന്മാർ, അതിരമണീയങ്ങളായ ഉപകരണങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനോജ്ഞ ഭവനങ്ങൾ, കുലപരമ്പരയാ നടത്തിവരുന്ന തൊഴിലുകൾ, പശുക്കൾ, കുതിരകൾ, ആനകൾ മുതലായവ, ഭൃത്യവർഗങ്ങൾ, ഇവരിലുള്ള സ്നേഹരൂപപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനും ഉപസ്ഥം, ജിഹ്വ മുതലായ ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്ന വിഷയസുഖങ്ങളെ തന്നെ ശ്രേഷ്ഠങ്ങളെന്ന് കരുതുന്നവനും എത്ര തന്നെ അനുഭവിച്ചാലും തൃപ്തിപ്പെടാതെ പിന്നെയും അവരെയും ആ വക പദാർത്ഥങ്ങളെയും സ്മരിക്കുന്നവനും അവയെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന പലവിധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവനുമായ അജിതേന്ദ്രിയൻ ഇവരെയെല്ലാം എങ്ങനെ ഉപേക്ഷിക്കും? ഈ വക വിഷയങ്ങളിൽ അവന് വിരക്തി എങ്ങനെ വരും? തനിക്ക് ഇരിക്കാൻ കൂടുണ്ടാക്കുന്ന പുഴു പുറത്തേക്ക് കടക്കാൻ ദ്വാരം വയ്ക്കാതെ സ്വശരീരത്തെ തന്നെ കൂട്ടിനുള്ളിലാക്കി ബന്ധിക്കുന്നത് പോലെ വിഷയസുഖ സാധനങ്ങളെ സമ്പാദിപ്പാനുള്ള കർമ്മങ്ങളാകുന്ന പാശത്തിൽ നിന്ന് വിട്ടുപോകാൻ ഉപകരിക്കുന്ന മാർഗം അന്വേഷിപ്പാൻ പോലും അവസരം അവന് ലഭിക്കുന്നില്ല. ഈശ്വരപാദ സ്മൃതിയാകുന്ന സൂര്യൻ ഉദിക്കാതെ അവനെ ബാധിച്ചിരിക്കുന്ന മോഹാന്ധകാരം നശിക്കുകയുമില്ല. വിഷയസുഖ സാധനങ്ങൾ സമ്പാദിക്കാനുള്ള ബദ്ധപ്പാടു നിമിത്തം ഈശ്വരനെ സ്മരിക്കാൻ അവസരവുമില്ല. ഇങ്ങനെയാണ് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം എന്ന രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സംസാര മരുഭൂമിയുടെ അവധി കാണാതെ ജീവകോടികൾ പരിതപിച്ചു തന്നെ കാലം കഴിക്കുന്നത്. കുടുംബപോഷായ വിയൻ നിജായുർന ബുദ്ധ്യതേത് അർത്ഥം വിഹതം പ്രമത്തഃ സർവത്ര താപത്രയ ദുഃഖിതാത്മാ നിർവിദ്യതേന സ്വകുടുംബരാമഃ. മോഹസ്വരൂപത്തെ തന്നെ നന്നായി പ്രകാശിപ്പിക്കുകയാണ്. കുടുംബം സംരക്ഷിപ്പാനുള്ള പ്രവർത്തികൾ കൊണ്ടുതന്നെ ആയുർനാശം വരുന്നതിനെയും ഭഗവാനെ ആരാധിച്ചാൽ സിദ്ധിക്കുന്ന സ്വരൂപാനന്ദം അനുഭവിക്കുന്നതായ പരമപുരുഷാർത്ഥം സാധിക്കാതെ പോകുന്നതിനെയും വിചാരശൂന്യനായ പുരുഷൻ അറിയുന്നില്ല. അവൻ ഏത് ദേശത്തിലും ഏതു കാലത്തും ആധ്യാത്മികാദികളായ 3 വിധം താപങ്ങളല്ലാതെ ആനന്ദാനുഭവമില്ലെന്നിരിക്കലും കുടുംബത്തിൽ
ചേർന്നിരിക്കുന്നത് തന്നെ സുഖമെന്നുള്ള വിചാരം ഉറച്ചിരിക്കുന്നതിനാൽ സംസാര കോലാഹലത്തിൽ നിന്ന് ഒഴിയണമെന്ന ബുദ്ധി ഉദിക്കുന്നില്ല. വിത്തേഷു നിത്യാഭിനിവിഷ്ടചേത വിദ്വാംശ്ച പരവിത്തഹർത്തുഃ പ്രേത്യേഹ ചാദാപ്യജിതേന്ദ്രിയസ്താദശാന്തകാമോ ഹരതേ കുടുംബി. കുടുംബ പരിപാലനത്തിന് ആവശ്യമുള്ള ധനങ്ങളിൽ തന്നെ മനസ്സിനെ ബലമായി ഉറപ്പിക്കുന്നു. ആവക സാധനങ്ങൾ സ്വാധീനത്തിൽ ഇല്ലാതെ വരുമ്പോൾ അന്യരുടെ ധനാദികൾ അപഹരിക്കുന്നു. പരദ്രവ്യാപഹരണ നിമിത്തം ഈ ലോകത്തിൽ രാജദണ്ഡവും മരണശേഷവും നരകദുഃഖവും അനുഭവിക്കേണ്ടതായി വരുമെന്നുള്ള അറിവുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തതുകൊണ്ടും കാമം ക്ഷമിക്കാത്തതുകൊണ്ടും നിന്ദ്യമായ ചൗര്യത്തിൽ ഏർപ്പെടുന്നു. കുടുംബാദി സ്നേഹം തന്നെ ഇതിനെല്ലാം കാരണം. ചൗര്യാദി വ്യാപാരം നിന്ദവും അനർത്ഥാവഹവുമാണെന്ന് അറിഞ്ഞിരിക്കെ ജനങ്ങൾ അതിലേർപ്പെടുമോ എന്ന് ശങ്കിക്കേണ്ട. കാമത്തിന് ജ്ഞാനത്തെ മറയ്ക്കുവാനുള്ള ശക്തിയുണ്ട്. കാമസ്വരൂപ വൃത്തിരൂപത്തിൽ അന്ധഃകരണത്തെ വിട്ടുപിരിയാതെയിരിക്കുന്ന ശത്രു ജ്ഞാനിയുടെ നിത്യവൈരിയാകുന്നു. അഗ്നിയിൽ ഇട്ടതിനെയെല്ലാം അഗ്നി ദഹിപ്പിക്കുന്നതുപോലെ കാമത്തെ തൃപ്തിപ്പെടുത്തുവാൻ സമർപ്പിക്കുന്നതിനെ എല്ലാം തൽക്ഷണം അത് തിന്നു തീർക്കുകയും പിന്നെയും മുമ്പത്തെ പോലെ ഉജ്ജ്വലിക്കുകയും ചെയ്യുന്നുവെന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെ അർജുനന് ഉപദേശിച്ചിരിക്കുന്നത് കാമവൃത്തിയുടെ അതിശക്തിയെ വെളിപ്പെടുത്തുന്നു. അതിനാൽ കാമത്തെ അടക്കാൻ പരിശ്രമിക്കാത്തവർക്ക് പരമപുരുഷാർത്ഥ ലാഭമുണ്ടാകുകയില്ല. വിദ്വാനപീത്തം ധനുജാ കുടുംബം പുഷ്ണൻ സ്വലോകായന കൽപ്പതേ വൈ യസ്വീയപാരക്യ വിഭിന്നഭാവസ്തമപ്രബധ്യേത യഥാ വിമൂഢഃ. ശാസ്ത്രാദികൾ അഭ്യസിച്ച് സുപ്രസിദ്ധന്മാരായിരിക്കുന്ന വിദ്വാൻമാർ കൂടി കാമാതിവൃത്തികളെ അടക്കുവാൻ അശക്തരായിട്ട് കുടുംബ പോഷണത്തിനായി നിരന്തരം പരിശ്രമിക്കുന്നതുകൊണ്ട് ആത്മസ്വരൂപത്തെ നിരൂപണം ചെയ്യുന്നതിന് യോഗ്യന്മാരായി വരുന്നില്ല. ഹേ ദൈത്യന്മാരെ, അങ്ങനെയിരിക്കെ നിങ്ങളുടെ കഥ പറയണമോ? കുടുംബാഭിമാനിയായിരിക്കുന്നവന് തൻ്റേത് അന്യൻ്റേത് എന്നുള്ള ഭേദഭാവം നശിക്കാത്തതുകൊണ്ട് അതിമൂഢന്മാരെ പോലെ ദേഹാഭിനിവേശം നിമിത്തം അവൻ വീണ്ടും ജനനമരണ പ്രവാഹരൂപ സംസാരത്തെ തന്നെ പ്രാപിക്കുന്നു. യഥോന കശ്ചിത് കൊജ കുത്രചിദ്വാ ദീനസ്വമാത്മാനമലം സമർത്ഥഃ വിമോചിതും കാമതൃശാം വിഹാര ക്രീഡാമൃഗോ യന്നികടോ വിസർഗഃ തഥോ വിദൂരാത് പരിഹൃത്യ ദൈത്യേഷു സംഗം വിഷയാത്മകേഷു ഉഭേദനാരായണമാദിദേവം സമുക്തസംഗൈരിഷിതോപവർഗഃ. വിഷയങ്ങളിൽ അതിതാത്പര്യം നിമിത്തം അത്യന്തം ദീനനായിരിക്കുന്ന യാതൊരു പുരുഷനും ഏതൊരു ദേശത്തിലും ഏതൊരു കാലത്തിലും വിഷയപാശബദ്ധനായിരിക്കും. ആത്മാവിനെ സ്വതന്ത്രനാക്കാൻ സമർത്ഥനായി വരുന്നില്ല. കാമവികാരത്തെ ജനിപ്പിക്കുന്ന കടാക്ഷങ്ങളോടുകൂടിയ സ്ത്രീകളുടെ ക്രീഡയ്ക്കായിക്കൊണ്ടുള്ള കുരങ്ങന്മാരായിട്ട് ഭവിക്കുന്നുവെന്ന് മാത്രമല്ല, തങ്ങളെ ബന്ധിപ്പിക്കാനുള്ള ചങ്ങലയ്ക്ക് തുല്യം ആ സ്ത്രീകളിൽ സന്താന സ്വരൂപത്തിൽ ജനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹേ ദൈത്യന്മാരെ, ശബ്ദാദി വിഷയങ്ങളിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്ന അസുരന്മാരിൽ നിങ്ങൾക്കുള്ള സംസർഗത്തെ കാലതാമസം കൂടാതെ ദൂരെ പരിത്യജിച്ചിട്ട് ആദിദേവനായ ശ്രീനാരായണനെ ശരണം പ്രാപിക്കുവിൻ. സർവ വിഷയങ്ങളിലുമുള്ള ചേർച്ചയെ പരിത്യജിച്ചിരിക്കുന്ന പരമഹംസന്മാർ അത്യന്തം ആഗ്രഹിക്കുന്ന കൈവല്യ സ്വരൂപഭൂതൻ ആ ശ്രീനാരായണനാകുന്നു. നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസോ സുരാത്മജാഃ ആത്മത്വാ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവദഃ. ഹേ അസുരപുത്രന്മാരെ, ബാലന്മാരായ നിങ്ങൾക്ക് ഹരിഭജനം സാധ്യമോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. ആ ഭഗവാന്റെ ഭക്തന്മാർക്ക് യാതൊരാപത്തും നേരിടുകയോ സ്ഥാനഭ്രംശാദി ദോഷങ്ങൾ സംഭവിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അച്യുതൻ എന്ന സംജ്ഞ ഭാഗവതന്മാർ ഭഗവാന് നിശ്ചയിച്ചിരിക്കുന്നത്. ഭജിച്ചു സന്തോഷിപ്പിക്കുവാൻ അത്യധ്യാനവുമില്ല. എന്തുകൊണ്ടെന്നാൽ സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നതുകൊണ്ടും ഏതു കാലത്തും ഏതു ദേശത്തിലും ഉള്ളതുകൊണ്ടും ദേശാന്തര ഗമനമോ കാലപ്രതീക്ഷയോ സാധനം സമ്പാദിപ്പാനുള്ള പ്രയാസമോ ഒന്നുമില്ല. ഹൃദയകമലത്തിൽ വസിക്കുന്ന ആ ദേവനെ സർവാത്മനെ ആശ്രയിക്കുക മാത്രമേ വേണ്ടതുള്ളൂ. പരാവരേഷു ഭൂതേഷു ബ്രഹ്മാന്തസ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷ്വതമഹർസുച ഗുണേഷു ഗുണസാമ്യേ ച ഗുണവ്യതികരേ തഥാ ഏക ഏവ പരോ ഹ്യാത്മാ ഭഗവാനീശ്വരോ വ്യയഃ. സ്ഥാവരങ്ങൾ മുതൽ ബ്രഹ്മാവ് വരെയുള്ള നീചങ്ങളും ഉച്ചങ്ങളുമായ ഭൂതങ്ങളിലും ജീവകോടികളിലും ഭൂതവികാരങ്ങളായ ഘടപടാദി ജഡവസ്തുക്കളിലും ആകാശാദി മഹാഭൂതങ്ങളിലും സത്വാദി ഗുണങ്ങളിലും
ഗുണസാമ്യാവസ്ഥയായ പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയപ്പെടുന്ന മായയിലും ഗുണങ്ങളുടെ ന്യൂനാതിരേക ഭാവം നിമിത്തം ഉണ്ടായ മഹത്തത്വം, അഹങ്കാരതത്വം എന്നിവയിലും വ്യാപിച്ചിരിക്കുന്ന പരമചൈതന്യം, പരമാത്മാവ് ഏകനല്ലാതെ അന്യനല്ല. ചരാചരങ്ങളായ സകലങ്ങളിലും അതിസൂക്ഷ്മാത്മചൈതന്യം എങ്ങനെ വ്യാപിക്കുമെന്ന് ശങ്കിക്കേണ്ട. അചിന്ത്യമായ ഐശ്വര്യം തന്നെ സ്വരൂപമാകയാൽ അതിൽ നിന്ന് ഭിന്നമായിട്ട് സ്ഥൂലവും സൂക്ഷ്മവും വേറെയില്ല. ഉപാദാന ദ്രവ്യരൂപേണ സ്ഥൂല ജഡ പദാർത്ഥങ്ങളായും അന്തര്യാമി സ്വരൂപേണ സൂക്ഷ്മ നിയന്താവുമായിരിക്കുന്നുവെങ്കിലും ജഡപദാർത്ഥങ്ങളുടെ ഉത്പത്തി വൃദ്ധിക്ഷയാദികളെ അതിക്രമിച്ചിരിക്കുന്ന നിത്യനിയാമക പരതത്വമായിട്ട് വിളങ്ങുന്നവൻ ആ ഭഗവാൻ ഏകനാകുന്നു. മോഹമല്ലെങ്കിൽ അധ്യാസം നിമിത്തം ഉപാധിധർമ്മത്തെ ഉപഹിതധർമ്മമായിട്ട് വിപരീതമായി ധരിക്കുകയാൽ ജീവത്വം കൽപ്പിക്കപ്പെടുന്നതല്ലാതെ വാസ്തവത്തിൽ പരമാത്മ ഭിന്നനല്ല ജീവാത്മാവ്. അതുകൊണ്ട് ജീവനിലയിൽ സംസാരക്ലേശങ്ങളെ അനുഭവിക്കുന്നവനോ പരമാത്മാവെന്നും ശങ്കിക്കേണ്ട. ഭഗവത് ഭക്തിയാകുന്ന ദീപപ്രഭയാൽ അധ്യാസത്തിനു കാരണമായ അജ്ഞാന രൂപാന്തകാരം നശിക്കുന്ന മാത്രത്തിൽ ജീവത്വം സ്വപ്നപദാർത്ഥം പോലെ നീങ്ങുന്നു. സ്വപ്നപദാർത്ഥം ഉണ്ടായിട്ടുമില്ല, നശിച്ചിട്ടുമില്ല. എങ്കിലും നിദ്രാദോഷം നിമിത്തം ഉണ്ടായി എന്ന് വ്യവഹരിക്കുക നിമിത്തം പ്രബോധാവസ്ഥയിൽ നശിച്ചുവെന്നും വ്യവഹരിക്കുന്നത് പോലെ ജീവത്വം ഉണ്ടായിട്ടുമില്ല, നശിച്ചിട്ടുമില്ല. ഉറങ്ങുന്ന പുരുഷൻ ഏകം മാത്രം ഉറക്കത്തിന് മുമ്പും ഉണർവിന് ശേഷവും നിർവികാരനായിരിക്കുന്നത് ഏകനായ പരമാത്മാവ് എപ്പോഴും നിർവികാരനും ജന്മാദികളായ 6 വിധം ഭാവങ്ങളില്ലാത്തവനുമായിരിക്കുന്നു. പ്രത്യഗാത്മസ്വരൂപേണ ദൃശ്യരൂപേണ ച സ്വയം വ്യാപ്യപാപകനിർദ്ദേശ്യോ ഹനിർദ്ദേശ്യോ വികൽപ്പിതഃ കേവലാനുഭവാനന്ദസ്വരൂപ പരമേശ്വരഃ മായയാന്തർഹിതൈശ്വര്യ ഈയതേ ഗുണസർഗയാ. വ്യവഹാരത്തിന് വിഷയമല്ലാതെയും അഭിഭിന്നവും അവികൽപ്പിതവുമായിരിക്കുന്ന പരമേശ്വരൻ തന്നെ വാക്കിന് വിഷയമെന്നതുപോലെ നിർദ്ദേശിക്കപ്പെടാനാവാത്തവനാണെങ്കിലും ജീവാത്മസ്വരൂപത്താൽ സുഖദുഃഖങ്ങളെ അറിയുന്നവനാകയാൽ ദ്രഷ്ടാവ്, ഭോക്താവ് എന്നുള്ള വ്യവഹാരത്തിനും ദേഹേന്ദ്രിയാദി ഭാവം നിമിത്തം ദൃശ്യം, വ്യാപ്യം എന്നുള്ള സംജ്ഞകൾക്കും വിഷയീഭൂതനായിരിക്കുന്നു. ദേഹാദികളെ സൃഷ്ടിക്കുന്നതിന് ത്രിഗുണാത്മകമായ മായ കാരണമായിരിക്കുന്നു. വാസ്തവത്തിൽ പരിപൂർണവും അനുഭവാത്മകവുമായ ആനന്ദം മാത്രമാണ് പരമേശ്വര സ്വരൂപം. വാസ്തവമായ സച്ചിദാനന്ദ സ്വരൂപം മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഭേദഭാവം തോന്നുന്നതാകുന്നു. തസ്മാ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം ആസുരം ഭാവമുന്മുച്യ യയാ തുഷ്യത്യദോഷജഃ. അതുകൊണ്ട് സർവത്ര സമത്വേന വസിക്കുന്ന പരമേശ്വരനെ ഭജിക്കുവിൻ. എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്നാൽ പറയാം, കേൾക്കുവിൻ. സർവഭൂതങ്ങളെയും ഹിംസിക്കുക, ദ്രോഹിക്കുക എന്നുള്ള ആസുരഭാവത്തെ മൂലത്തോടുകൂടി പരിത്യജിച്ചിട്ട് സർവഭൂതങ്ങളിലും മിത്രഭാവത്തെയും കരുണയെയും അംഗീകരിക്കുവിൻ. സർവഭൂതഹിതമായതിനെ ചെയ്യുവിൻ. ഭൂതങ്ങൾക്ക് നേരിടുന്ന ദുഃഖങ്ങളെ തീർക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുവിൻ. ആ വിധമായ പ്രവൃത്തിയാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാതെയിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കും. സർവാന്തരനായതിനാൽ കപടഭാവത്താൽ സന്തുഷ്ടനാകുകയില്ല. യഥാർത്ഥത്തിൽ ഭജിച്ചാൽ അറിയാതെയും ഇരിക്കുകയില്ല. തുഷ്ടേജ തത്ര കിമലഭ്യമനന്ത ആദ്യേ കിം തൈർഗുണവ്യതികരാദിഹയേ സുസിദ്ധാഃ ധർമാദയ കിമഗുണേരജ കാംക്ഷിതേന സാരം ജുഷാം ചരണയോരുപകായതാംനഃ. ഭഗവാൻ സന്തോഷിച്ചാൽ പ്രയോജനം എന്താണെന്ന് കാണിക്കുന്നു. അപരിച്ഛിന്നനും അഖിലകാരണഭൂതനുമായ ഭഗവാൻ സന്തോഷിച്ചുവെങ്കിൽ ഭക്തന്മാർക്ക് ലഭിക്കാത്തതായി എന്തിരിക്കുന്നു? യാതൊന്നുമില്ല. ഗുണപരിണാമങ്ങളായ ധർമാർത്ഥ കാമങ്ങൾ സ്വതസിദ്ധങ്ങളാകയാൽ അവയെ ഭഗവത് സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യമില്ല. ഗുണസംബന്ധമില്ലാതിരിക്കുന്ന മോക്ഷത്തെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതല്ലയോ എന്നും ശങ്കിക്കേണ്ട. അതിനെയും അപേക്ഷിക്കേണ്ട. ഭഗവാന്റെ പാദ സരോജ മകരന്തത്തെ ആസ്വദിക്കുന്ന നമ്മൾക്ക് പ്രാർത്ഥിക്കാതെ തന്നെ അത് ലഭിക്കും നിശ്ചയം. അല്ലെങ്കിൽ ഭജനാനന്ദം അനുഭവിക്കുന്നവർക്ക് മോക്ഷകാംക്ഷ കൊണ്ട് എന്തു ഫലം? ഭജനാനന്ദം നിരതിശയാനന്ദമായിരിക്കെ മോക്ഷാനന്ദം ഇതിൽ നിന്ന് ഭിന്നമല്ല. അതുകൊണ്ട് മോക്ഷത്തെ കൂടി കാംക്ഷിക്കാതെ ഭഗവത് പാദപത്മത്തെ സർവഭൂത മൈത്രി, കരുണ എന്നിവയോടുകൂടി നിരന്തരം ആരാധിക്കുവിൻ. ധർമാർത്ഥകാമ ഇതിയോ വിഹിതസ്ത്രിവർഗ ഈക്ഷാത്രയീ നയതമോ വിവിധാജവാർത്ത മന്യേ തദേതദഖിലം നിഗമസ്യ സത്യം സ്വാത്മാർപ്പണം സ്വസുഹൃദ പരമസ്യ പുംസഃ.
ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങൾ, അവയെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന ആത്മവിദ്യ, കർമ്മവിദ്യ, തർക്കശാസ്ത്രം, ദണ്ഡനീതി, കൃഷിയാദികളായ ഉപജീവന മാർഗങ്ങൾ, ഇവയെല്ലാം വേദത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ തന്നെ. എല്ലാം ത്രിഗുണകാര്യങ്ങളാകയാൽ സംസാരക്ലേശങ്ങളെ നശിപ്പിക്കുന്നവയല്ല. ഗുണാതീതനായ പരമപുരുഷന്റെ പ്രീതിയെ സമ്പാദിപ്പാനുള്ള ഉത്തമമാർഗം സ്വാത്മാർപ്പണമാകുന്നു. ഹേ അർജുന, വേദങ്ങൾ ത്രിഗുണകാര്യങ്ങളെ പ്രതിപാദിക്കുന്നു. നീയാകട്ടെ ത്രിഗുണാതീതനായി ഭവിക്കുക എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. ജ്ഞാനം തദേതമലം ദുരവാപമാഹ നാരായണോ നരസക കില നാരദായ ഏകാന്തിനാം ഭഗവത്സ്തദകിഞ്ചനാനാം പാദാരവിന്ദരജസാപ്ലുതദേഹിനാം സ്യാത്. സഹപാഠികളുടെ വിശ്വാസത്തിനായിക്കൊണ്ട് ഗുരുസമ്പ്രദായത്തെ പറയുന്നു. പരിശുദ്ധമായ ഈ ജ്ഞാനം മഹൽ സേവ കൊണ്ട് മാത്രമല്ലാതെ മറ്റു വിധത്തിൽ ലഭിക്കുന്നതല്ല. ബദര്യാശ്രമവാസിയായ നരൻ്റെ പ്രിയ സ്നേഹിതനായ ശ്രീനാരായണ ഋഷി ശ്രീ നാരദമുനിക്ക് ഈ ജ്ഞാനത്തെ ഉപദേശിച്ചു. അത്ര മഹത്തായ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുമോ എന്നോർത്ത് അധൈര്യപ്പെടേണ്ട. ഭഗവാന്റെ പാദാരവിന്ദ ധൂളിയെ മാത്രം സർവാത്മന സമാശ്രയിക്കുകയും അന്യവിഷയങ്ങളെ നിശേഷം പരിത്യജിക്കുകയും ചെയ്യുന്നവർ ഭഗവാന്റെ പ്രീതിക്ക് പാത്രങ്ങളാകയാൽ അവർക്കെല്ലാവർക്കും ഉത്തമ, മധ്യമ, അധമ ഭേദം കൂടാതെ ഈ ജ്ഞാനം ലഭിക്കും. ശ്രുതമേതന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാദേവദർശനാത്. ശ്രീനാരായണ മഹർഷിയുടെ ശിഷ്യനായ ശ്രീ നാരദമുനി അനുഭവസഹിതമായ ഈ ജ്ഞാനത്തെയും ഹിംസാദി ദോഷദുഷ്ടമല്ലാത്തതിനാൽ പരിഭാവനമായ ശ്രവണ കീർത്തനാദി സഹിത ഭജനധർമ്മത്തെയും എനിക്ക് ഉപദേശിച്ചു. മഹാത്മാവായ ശ്രീ നാരദമുനിക്ക് ഈശ്വര സാക്ഷാത്കാരമുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്ത ഉപദേശം എന്നിൽ ബലപര്യവസായിയായി ഭവിച്ചു. ഗുരുവൈഭവം നിമിത്തമേ ഉപദേശം സഫലമായി വരികയുള്ളൂ. ദൈത്യപുത്ര ഊജുഹു പ്രഹ്ലാദത്വം വയം ചാപി നർത്തേന്യം വിദ്മഹേ ഗുരും ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം ബാലാനാമഭിഹീശ്വരോ. ദൈത്യപുത്രന്മാർ ചോദിച്ചു, പഞ്ചവയസ്കനായ പ്രഹ്ലാദന് നാരദനാണ് ജ്ഞാനോപദേശം ചെയ്തതെന്ന് കേട്ടപ്പോൾ അത് സംഭവിപ്പാൻ തരമില്ലെന്ന് ശങ്കിച്ച അസുരബാലന്മാർ സംശയനിവൃത്തി വരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഹേ പ്രഹ്ലാദ, നീയും ഞങ്ങളും ശുകാചാര്യപുത്രന്മാരായ ഈ ചണ്ടാമർക്കന്മാരെ അല്ലാതെ അന്യഗുരുവിനെ അറിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നാരദമുനി ഉപദേശിച്ചു? ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ നാരദനെ ഗുരുവായി വരിച്ചുവെന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കത്തക്കതല്ല. എന്തുകൊണ്ടെന്നാൽ ബാലന്മാരായ നമ്മളെ എങ്ങും സ്വേച്ഛയാ സഞ്ചരിക്കാൻ അനുവദിക്കാത്ത രക്ഷിതാക്കന്മാരായിട്ടിരിക്കുന്നതും ഇവർ തന്നെയാണല്ലോ. ബാലസ്യാന്തപുരസ്തസ്യ മഹത്സംഗോ ദുരന്വയഃ ചിന്തിന സംശയം സൗമ്യ സ്യാച്ഛേദ്യം ശ്രംഭകാരണം. ശ്രീനാരദൻ്റെ അരികത്ത് ഞാൻ പോകുകയല്ല, അദ്ദേഹം എൻ്റെ ഗൃഹത്തിൽ വന്ന് ഉപദേശിക്കുകയാണ് ഉണ്ടായതെന്ന് മറുപടി പറയുന്ന പക്ഷം അതിനും സംഗതി കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അന്തഃപുരം വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാത്ത നിനക്ക് മഹാന്മാരോടുള്ള സംഗമത്തിന് വഴി കാണുന്നില്ല. അതുകൊണ്ട് സൗശീല്യാദി ഗുണം തികഞ്ഞിരിക്കുന്ന ഹേ പ്രഹ്ലാദ, ഞങ്ങൾക്ക് വിശ്വസിപ്പാൻ മതിയായ സംഗതി വേറെ ഉണ്ടെങ്കിൽ അതു പറഞ്ഞ് ഞങ്ങളുടെ സംശയം തീർക്കുക എന്ന് കൂടെ പഠിക്കുന്ന കുട്ടികൾ പ്രഹ്ലാദനോട് അപേക്ഷിച്ചു. 6-ാമത്തെ അധ്യായം സമാപിച്ചു. 7-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.